വെൽക്കം ടു ഫ്ലൈം ബേഡ്സ്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ബേക്ക് ചെയ്ത് കേക്ക് കൊടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് ബ്രോക്കീസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഉണ്ടാക്കണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഞാനത് കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ആൾ പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യണേ. അപ്പോൾ ഇത് ബ്രോക്കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗണി പ്ലസ് കുക്കി, അങ്ങനെയാണ് ഈ നെയിം ഉണ്ടായേക്കുന്നത്. ബ്രൗണിയുടെ റെസിപ്പിയിൽ കുക്കിയുടെ റെസിപ്പി മിക്സ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഈസിയാണ്, കുഴപ്പമില്ല. അങ്ങനെ അത് ഞാൻ ആദ്യം പഠിച്ച് അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാണ്. അപ്പോൾ ഇതൊരു പുതിയ ഒരു ഐറ്റമാണ്, എന്നെ സംബന്ധിച്ചൊരു പുതിയ ഐറ്റമാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാനപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ 150 ഗ്രാം ചോക്ലേറ്റ് ആണ് വേണ്ടത്. ഡാർക്ക് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് 150 ആക്കിയേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡാർക്കിൽ മാത്രം ചെയ്യാം, അതല്ലെങ്കിൽ മിൽക്കിലും ചെയ്യാം. പിന്നെ അതേ സെയിം അളവ് 150 ഗ്രാം തന്നെ അളവിൽ ഷുഗറാണ് എടുത്തേക്കണത്. ഇത് കാസ്റ്റർ ഷുഗറാണ്, ചെറിയ തരിയുള്ള പഞ്ചസാര. പിന്നെ വേണ്ടത് ഒരു 90 ഗ്രാം മൈദ വേണം, ഒരു പിഞ്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും, പിന്നെ ഒരു 2 മുട്ടയും, പിന്നെ ഒരു 100 ഗ്രാം ബട്ടറും, പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും. ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് ബ്രൗണി റെഡിയാക്കണേ. ഇന്നത്തെ ഈ റെസിപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് 3 ഐറ്റം പഠിക്കാൻ പറ്റും. അതായത് ബ്രൗണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം, അതിനൊപ്പം തന്നെ ഒരു കുക്കി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം, പിന്നെ ബ്രൗണിയും കുക്കിയും കൂടിയിട്ടുള്ള ബ്രൂക്കീസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും പഠിക്കാം. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീട്ടിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബേക്കിംഗ് അറിയുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ. ഈ ബട്ടറാണ് ഇത്, 100 ഗ്രാം. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം ആദ്യം. ഞാൻ മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ്. ഈ ബ്രൗണി ഉണ്ടാക്കണേൽ മെൽറ്റ് ചെയ്ത ബട്ടറിലേക്കാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഇടുന്നത്. ചോക്ലേറ്റും കൂടി അപ്പം മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബ്രൗണി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വിസ്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഹാൻഡ് ബീറ്ററോ ഒന്നും വേണ്ട. അടുത്ത മുട്ടയും കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൗഡേർഡ് ഷുഗറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മ മൈദയിലേക്ക് 1 നുള്ളുപ്പും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്യാം. ഈ മെൽറ്റായിരിക്കണ ചോക്ലേറ്റ് മിക്സിലേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു.
ബ്രൗണി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ട്രേയിലേക്ക്, ഒരു 9 ഇഞ്ചെങ്കിലും ഉള്ള ഒരു ട്രേയിലേക്ക് വേണം. ഒന്നില്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇങ്ങനെ ഹൈറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ കിട്ടും, അല്ലെങ്കിൽ ബട്ടർ ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അവൻ ഒരു 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് തന്നെ ഇടാം. ബ്രൗണി ബാറ്ററാണ് റെഡി ആക്കണേ. ഇനി കുക്കിയുടെ റെസിപ്പിയും കൂടി റെഡി ആക്കിയിട്ട് വേണം ഇതിൽ മിക്സ് ചെയ്യാൻ. ഇനി എങ്ങനെ കുക്കി ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. ഈ കുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 120 ഗ്രാം ബട്ടർ. അത് ഒരുപാട് മെൽറ്റായിട്ടുള്ളത് പാടില്ല കേട്ടോ, ചെറിയ കട്ടി വേണം അതിന്. പിന്നെ 240 മൈദ, 240 ഗ്രാം, 150 ഗ്രാം പഞ്ചസാര, പിന്നെ ഒരു മുട്ട, പിന്നെ വാനില എസൻസ്, പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ബട്ടറും, ഇതിന് ഐസിങ് ഷുഗർ തന്നെ വേണം കേട്ടോ. 120 ഗ്രാം ബട്ടർ എടുത്തിട്ട് ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് ഐസിങ് ഷുഗറാണ് ഞാൻ എടുത്തേക്കണത്. സാധാരണ ഷുഗർ ആണെങ്കിൽ അത് പൗഡറാക്കുക. അതിനുശേഷം ഇത്തിരി കോൺഫ്ലോർ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലിടാൻ. അങ്ങനെ ഇത് ക്രീം ചെയ്യാം നമുക്ക് ആദ്യം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഇനിയൊരു എഗ്ഗ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മുടെ മൈദ കുറേശ്ശെ ഇതിലേക്ക് 2-3 ബാച്ചസ് ആയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചോക്കോ ചിപ്സ് നമുക്കിതിലേക്ക് ഇടാം. നമ്മുടെ കുക്കി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കൈ കൊണ്ട് തൊടാനുള്ള ഇതാവും, ഇല്ലെങ്കിൽ നമുക്ക് കൈമ ഒട്ടി പിടിക്കുമല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. ഇതുപോലെ ചെറിയ പോർഷൻ എടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചോക്കോ ചിപ്സ് ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നിട്ടൊരു ബോളാക്കാം. ഇത് നമ്മുടെ ബ്രൗണിയുടെ ഇടയിൽ ഇങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കി ബാറ്റർ ഇതിലേക്ക് ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രൗണി അടിയിലുണ്ട്, മുകളിൽ ഇപ്പോൾ കുക്കിയുണ്ട്. ഇനി നമുക്കിതൊരു ബേക്ക് ചെയ്യാനായിട്ടൊരു 180 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച അവൻ ഉണ്ടായല്ലോ, അതിൽ ഒരു അരമണിക്കൂറോളം വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രോക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് തന്നെ സമയം വേണ്ടി വരും കേട്ടോ അതിന്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന്
ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കണേലോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. നല്ല ബട്ടറിയാണ്, ച്യൂയിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ സെയിൽ ചെയ്യണവരൊക്കെ ഇത് വേണമെങ്കിൽ സെയിൽ ചെയ്യാം, അതല്ല വീട്ടിലുണ്ടാക്കി കഴിക്കണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ പുതിയൊരു റെസിപ്പിക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും തന്നേക്കണേ. ഇനി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.